പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ അഷ്റഫ്. കാർഷിക പ്രാധാന്യമായ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ കൂടെ കുട്ടി കർഷകൻ ലസീൻ. ഇന്നത്തെ വീഡിയോ കുമ്മായം കർഷകനുമായി എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. മണ്ണിൻ്റെ pH ലെവൽ, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ pH ലെവൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് മണ്ണിൽ കുമ്മായം ചേർക്കുന്നത്. അസിഡിറ്റി അല്ലെങ്കിൽ അമ്ലമയം മണ്ണിൽ കൂടുന്നതിനനുസരിച്ച് മണ്ണിൻ്റെ pH കുറയും. ആ pHനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കുമ്മായം ചേർക്കുന്നത്. pH ലെവൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ pH ലെവൽ, കുടിവെള്ളത്തിൻ്റെ pH ലെവൽ അതേ ഒരു സിസ്റ്റം തന്നെയാണ് മണ്ണിൻ്റേതും. അപ്പോൾ ഈ അമ്ലമയം അസിഡിറ്റി കൂടാനുള്ള കാരണം നമ്മൾ സ്ഥിരമായി വിളവെടുക്കുന്നതോടെയും അതല്ലെങ്കിൽ ഒരു മഴയൊക്കെ വന്നു കഴിയുമ്പോഴും മണ്ണിൻ്റെ pH ലെവലിൽ വ്യതിയാനങ്ങൾ വരും. അപ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യണം, അതിനെ സന്തുലിതപ്പെടുത്തിയിട്ട് വേണം നമുക്ക് വളം ചെയ്യാൻ. എന്നാലേ ആ വളം ഈ ചെടികൾക്ക് അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മുടെ വിളകൾ വെച്ചാൽ അതിന് ശരിയായ രീതിയിൽ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. pH കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. മേൽമണ്ണിൻ്റെ pH ഏകദേശം ഒരു 5.5ഉം അടിമണ്ണിൻ്റെ ഒരു 4.8% ഉണ്ടായാൽ മതി എന്നാണ് മിനിമം. അത്രയും ഇല്ലാത്ത അവസ്ഥകൾ വരും. ഇത്രയൊന്നും ആവശ്യമില്ല. ഇത് നമ്മളൊരു മണ്ണ് പരിശോധനയൊക്കെ നടത്തിയാൽ ഇതിൻ്റെ എന്തൊക്കെയാണ് മണ്ണിലുള്ള പ്രശ്നങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷേ ഒരു കുമ്മായത്തിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് ഒതുക്കാൻ പറ്റും. മണ്ണിൻ്റെ പ്രധാന പോഷകങ്ങളായ പൊട്ടാസ്യം, സൾഫർ, മഗ്നീഷ്യം, കാൽസ്യം തുടങ്ങിയതിലൊക്കെ വരുന്ന ഈ ഒരു മണ്ണിൻ്റെ pH ലെവൽ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് അതിനെ സന്തുലിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുമ്മായം ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ നീട്ടുന്നില്ല, നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രയോഗമെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാഴയിൽ കീടങ്ങളൊന്നും ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തി. ഇന്നത് നമ്മളിവിടെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് കുമ്മായം ചേർക്കുകയാണ്. അപ്പോൾ ഈ പൂളയുടെ ഇടയിലാണ്, അതുകൊണ്ട് തന്നെ വല്ലാതെ കുഴിയൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഒരു 2 മീറ്റർ ഡിഫറൻസ് വേണം ഓരോ കുഴികൾ തമ്മിൽ, അത് ശരിയായ രീതിയിൽ വളരാൻ. അപ്പോൾ അത് നമുക്ക് കുമ്മായം ചേർക്കാം. ഇതാണ് കുമ്മായം. ഇതിപ്പോൾ നമ്മളൊരു 50 വാഴയ്ക്ക് ഒരു 10 കിലോ കുമ്മായം വാങ്ങിയിട്ടുണ്ട്. പലരും ഈ കുമ്മായം ഇതിൽ വെള്ളം ചേർത്ത് അതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കും, അത് പൊടിയാകും, എന്നിട്ട് കൊടുന്നിരുന്നൊരു പ്രവണത സാധാരണഗതിയിൽ കണ്ടുവരാറുണ്ട്. എന്നാൽ നമ്മൾ നേരെ ഇതിലേക്ക് കൊടുന്നിടുകയും ആ പ്രക്രിയ, ആ പ്രോസസ്സ് ഇതിൽ വെച്ച് നടക്കണം. എന്നാലാണ് മണ്ണിൽ ഒന്നും കൂടി അത് മണ്ണിനോട് അലിഞ്ഞു ചേരുക. അപ്പം നമുക്ക് നോക്കാം. ഏകദേശം ഒരു കുഴിയിൽ ഒരു ചിരട്ട ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഇട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ്, മിനിമം ഒരാഴ്ച, 2 ആഴ്ച, 10 ദിവസം, 2 ആഴ്ച വരെയൊക്കെ ആകാം, മിനിമം ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞാണ് നമ്മളിത് പൂള, വാഴ, എന്ത് തന്നെ കൃഷിയാലും ഏത് പ്രദേശങ്ങളിലാണെങ്കിലും, ഇപ്പോൾ നല്ല പറമ്പിലൊക്കെ ആണെങ്കിൽ കുഴി അതിനനുസരിച്ച് വേണം. ഇവിടെ ഇത് ഈ ഒരു ചാലിലായതുകൊണ്ടാണ് ഇത് അത്ര കുഴിയല്ലാത്ത രൂപത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഇവിടെ വരുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഇത്തരം അറിവുകൾക്ക് വേണ്ടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ, താങ്ക് യു ഓൾ. ഇതേപോലെ ഇതിലൊക്കെ കുമ്മായം ഇട്ടിട്ടുണ്ട്. ഇട്ടിന് ശേഷം ഇതിലൊക്കെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. പലരും ചെയ്യാറുള്ളത് ആദ്യം വെള്ളം ഒഴിച്ച് അത് കുമ്മായമാക്കിയതിന് ശേഷം കൊടുക്കുന്ന രീതിയാണ്. എന്നാൽ ആ ഒരു നൂതന സംവിധാനം എന്ന് പറയുന്നത് ഇതിനകത്തിട്ടിട്ട് ആ ഒരു പ്രോസസ്സ്, ആ പ്രക്രിയ ഇവിടെ നടക്കണം. എന്നാൽ കുറച്ചുകൂടി ഫലപ്രദമായ രീതിയിൽ നമുക്കിത് വിനിയോഗിക്കാൻ പറ്റും. ഓക്കെ.